ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മാംഗോ ഫലൂഡയാണ്. നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ? അതിനായി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, സേമിയ 1/4 കപ്പ്, മാംഗോ 2 എണ്ണം, മിൽക്ക് 1 കപ്പ്, ചിയ സീഡ് വെള്ളത്തിൽ കുതിർത്തത് 2 സ്പൂണ്, അതുപോലെ തന്നെ ചോപ്ഡ് ആൽമണ്ട്സ്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ സേമിയ വേവിക്കാനായിട്ട് ഒരു ചരുവത്തിൽ 2 സ്പൂൺ പഞ്ചസാരയും 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മുടെ അരിപ്പയിലേക്ക് അത് വെള്ളം ഊറ്റാനായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചിലപ്പം തണുത്ത വെള്ളം കൂടി ഒഴിക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പഞ്ചസാരയും എടുത്തു വച്ചിരിക്കുന്ന പാലും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്ത് നമ്മുടെ മാംഗോ പ്യൂരി ഉണ്ടാക്കാം. ഞാനങ്ങനെ നന്നായി അരച്ചു. അപ്പോൾ ഒരു തിക്നെസ് ആയതുകൊണ്ട് അല്പം പാൽ കൂടെ ചേർത്ത് വീണ്ടും അരച്ചെടുത്ത് അതിനെ മാംഗോ പ്യൂരിയാക്കി. പിന്നെ നമ്മുടെ ഫലൂഡ ഉണ്ടാക്കാനായി എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ചെറു കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അല്പം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ മാംഗോ പ്യൂരി അതിന് മുകളിലായി ഒഴിച്ച് കൊടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. സാധാരണ ഈ മാംഗോ ഫലൂഡയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഫലൂഡ സേവ് ഇവിടെ കിട്ടാഞ്ഞതിനാലാണ് ഞാൻ സേമിയ എടുത്ത് ഉപയോഗിച്ചത്. അതേപോലെ അതിൻ്റെ മുകളിൽ ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ചിയ സീഡ് അതെല്ലാം ഒഴിച്ച് വീണ്ടും മാംഗോ പ്യൂരിയും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ലെയറിങ് കൊടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ മാംഗോ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ലാസ്റ്റിൽ അതുകൂടി ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിനെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിലുള്ള നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മാംഗോ കഷ്ണങ്ങളും കേസറുണ്ടെങ്കിൽ അല്പം കേസറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെയും വാങ്ങിക്കുന്ന ഫലൂഡയ്ക്ക് ഇത്രയും ടേസ്റ്റും ഇത്രയും തിക്നെസ്സും കാണത്തില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഫലൂഡയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓൺ ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയായി കിട്ടുകയുള്ളൂ. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത വീഡിയോയിൽ വരുന്നിടം വരെ ബൈ.